എന്തിനാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കുന്നത്? ഇത് എടുക്കണോണ്ട് എന്തെങ്കിലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡെയിലി പുതിയ പുതിയ ബിസിനസ്സുകൾ വരികയാണ്, പുതിയ പുതിയ സംരംഭകർ, പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ, ഇവരൊക്കെ ഇടുന്ന നെയിമുകൾ എന്താണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിന് മാത്രം പരിപാടി ഡെയിലി ഇപ്പോൾ അപ്രോക്സിമേറ്റ് പെർ ഡേ തന്നെ 100+ കമ്പനികൾ മിനിമം ഉണ്ട് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവരിടുന്ന നെയിമുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ശ്രദ്ധിച്ചത്? അപ്പോൾ നമ്മളൊരു ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നെയിമിന് ഒരു വാല്യൂ ഉണ്ട്. അതായത് നമ്മുടെ നെയിം വേറൊരാൾ യൂസ് ചെയ്യാതിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു നെയിം ബിൽഡ് ചെയ്ത് വലിയ ബ്രാൻഡാക്കി കൊണ്ടുവന്ന് അത് ഈസിലി വേറെ ഒരുത്തന്നെ ആ നെയിം ഇട്ടിട്ട് അതേ സാധനം വിൽക്കാന്നുണ്ടെങ്കിൽ, മാർക്കറ്റിൽ വിൽക്കാന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഒരു എക്സാമ്പിൾ, ഒരു കസ്റ്റമർ വന്നിട്ട് 2 പ്രൊഡക്റ്റ് സെയിം നെയിം, സെയിം ലോഗോ കാര്യങ്ങളൊക്കെ കണ്ട് ആ കസ്റ്റമർ അവിടെ കൺഫ്യൂഷനായി പോകണം, ഇതിലേതാണ് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നറിയാതെ. അങ്ങനെ നമ്മളെ ബ്രാൻഡിനെ, അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് നല്ലതും അതിന് നല്ല കോസ്റ്റും ഉണ്ട്, അതായത് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന് കോസ്റ്റ് കുറവും അതിന് ക്വാളിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങുന്ന വ്യക്തിക്ക് എന്തായിരിക്കും, ഇതിൻ്റെ ഒറിജിനലും ഇതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള മൈൻഡിലായിരിക്കും. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റുകൾ ഈസി ആയിട്ട് കോപ്പി ചെയ്ത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിൽ ഇറങ്ങും. ഇത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്തു വെക്കുന്നത് നമ്മളെ നെയിമിൻ്റെ മുകളിൽ. എപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നെയിം വേറൊരു വ്യക്തിക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. നമ്മളെ പ്രൊഡക്റ്റിന് മാത്രം, അല്ലെങ്കിൽ നമുക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ട്രേഡ് മാർക്ക്. എടുത്തു വെച്ച് നമ്മുടെ നെയിം ആൻഡ് ലോഗോ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ആ നെയിം, നമ്മൾ ഉപയോഗിക്കുന്ന നെയിം വേറൊരു കമ്പനിക്ക് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. ആ കമ്പനിൻ്റെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ അതായിരിക്കണം നമ്മൾ ഫസ്റ്റ് ഒരു ബ്രാൻഡായിട്ട്, അല്ലെങ്കിൽ ഒരു മിഷനും വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനിക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഫസ്റ്റത്തെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനാണ് നിങ്ങളെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ എടുത്ത് വെക്കേണ്ടത്.